everyone, welcome back to Xylem. It's me, VJR. Yes. അടിപൊളിയായിട്ട് നമ്മുടെ ഓണപ്പരീക്ഷയ്ക്കുള്ള കിഡിലൻ ക്വസ്റ്റ്യൻസ് നമ്മൾ കിഡിലൻ 4 ചാപ്റ്ററിലെ കിഡിലൻ സാധനങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? നിങ്ങളൊന്ന് പറഞ്ഞു. നമ്മൾ എക്സാം ഒക്കെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരുപാട് പേര് ക്ലാസ് കാണുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളത്, ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. കാര്യം കുഞ്ഞാനെ 4 ചാപ്റ്റർ ഉള്ളത് നിങ്ങൾക്ക് 4 ചാപ്റ്ററിൽ നിന്ന് വരുന്ന എല്ലാ ടൈപ്പ് സാധനങ്ങളും സാറുടെ ഈ ഒരു ചാനൽ, സാറുടെ സൈലത്തിന്റെ ഈ ഒരു ചാനലിൽ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാ ദിവസവും ക്ലാസ് കാണാൻ വേണ്ടി വരാം. രാത്രി ക്ലാസ് ഉണ്ട്, രാത്രി ലൈവ് ക്ലാസ് ഉണ്ട്, ലൈവിലേക്ക് വരാം. അതോടൊപ്പം തന്നെ ഈ കോണ്ടന്റ് വീഡിയോസ് കാണാം. പഠിച്ചതാണെങ്കിൽ വീണ്ടും 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 പഠിക്കുക. ഒരു പ്രശ്നമില്ല. ഒരു പ്രാവശ്യം കണ്ടതാണ് ക്വസ്റ്റ്യൻസ്, സാർ ഇത് ഞങ്ങൾ നേരത്തെ ചെയ്തതാണ് എന്ന് ആ സാധനം കണ്ടു കഴിഞ്ഞാൽ അത് വീണ്ടും ഒന്നും കൂടെ റിവൈസ് ചെയ്യുക. സാർ ഇത് എനിക്ക് ചെയ്യാനറിയാം, പക്ഷെ ഞാൻ ചെയ്യും, ഒന്നുകൂടെ ചെയ്യും, മൂന്നൂടെ, അങ്ങനത്തെ എത്ര ക്വസ്റ്റ്യൻസ് വന്നാലും ചെയ്യുക എന്നുള്ളതാണ്. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ താഴെ കമന്റ് സെക്ഷനിൽ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ നിങ്ങളുടെ കമന്റ്സ് ഇടുക. വന്ന കുട്ടികളൊക്കെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിച്ച്, പെട്ടെന്ന് ലൈക്ക് അടിക്കുക. കാര്യം ഞങ്ങൾക്ക് കിട്ടുന്ന ആകെ ഒരു കാര്യമാണ് ലൈക്ക്. നിങ്ങൾ ലൈക്ക് അടിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു സന്തോഷം, ആത്മസംതൃപ്തി, സാറ്റിസ്ഫൈഡ് എന്ന് പറയില്ല, മെന്റലി ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടട്ടെ. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഞെക്കിയാൽ പോരാടാ. അതിനിപ്പോൾ പ്രത്യേകിച്ച് ഒരു പൈസയും കൊടുക്കേണ്ട ആവശ്യമില്ല. ക്ലാസ് കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ എക്സാം കഴിഞ്ഞാൽ, ഞാൻ പറയട്ടെ 100% ഉറപ്പ് പറയട്ടെ, പരീക്ഷ എളുപ്പമായിരിക്കും, അതിൽ യാതൊരു സംശയവുമില്ല. എക്സാം കഴിഞ്ഞാൽ നിങ്ങൾ സാറോട് പറയണം എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ. നേരിട്ട് പറയാൻ പറ്റുന്നവർ നേരിട്ട് തന്നെ പറയാം. വൈശാഖ് JR എന്നാണ് സാറുടെ ഇൻസ്റ്റാഗ്രാം ID. ഈ ഇൻസ്റ്റാഗ്രാമിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറയാവുന്നതാണ്. ഓക്കെ, സാറ് കുറേ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഈ PDF ഒക്കെ എന്ത് ചെയ്യാം ഇതിലൂടെ തരണ്ട്. അപ്പം നിങ്ങൾ ഇതിൽ ഇതൊന്ന് ഫോളോ ചെയ്ത് വെക്കുക. ഈ ഒരു അക്കൗണ്ടിലൂടെ സാർ ഇട്ട് തരണ്ട് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാം, അടിപൊളിയായിട്ട് പഠിക്കാം. ഏതാണ് ക്വസ്റ്റ്യൻ പറയുന്നതിന് മുമ്പ് നിങ്ങൾക്കൊക്കെ ഒരു ഓഫർ തന്നാലോ? ഓഫർ ഓണാണ്. പരീക്ഷ മാത്രമല്ല, ഓണത്തിന് കിടിലം ഓഫർ ഉണ്ട്. നമ്മുടെ സൈലത്തിന്റെ എല്ലാ ബാച്ചുകളും, ഇപ്പൊ നിങ്ങളെ ഏട്ടന്മാരോ ഏട്ടത്തികളോ അനിയന്മാരോ ആര് തന്നെ ആയിക്കോട്ടെ, സൈലത്തിന്റെ ഓണം ഓഫർ 10%. അതായത് ഇപ്പം 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളായിരിക്കും ഈ ഒരു വീഡിയോ കാണുന്നത്. അപ്പൊ നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇതാ സൈലത്തിന്റെ 10% ഓഫർ ഉണ്ട്. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സൈലം ലേണിംഗ് ആപ്പ് എന്ന് പറഞ്ഞ് ആപ്പ് സ്റ്റോറിൽ നിന്ന് എടുക്കുക. ആപ്പിളിൽ ഒരു ആപ്പിൾ സ്റ്റോർ, അതുപോലെ മറ്റേ സാധനം പ്ലേ സ്റ്റോർ, രണ്ടിൽ നിന്നും സൈലം ലേണിംഗ് ആപ്പ് എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മാത്രം മതി കേട്ടോ. ഓക്കെ, ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഓണം എന്ന് പറയുന്ന ഒരു കൂപ്പൺ കോഡ് അടിച്ചു കൊടുത്താൽ, ആ കൂപ്പൺ കോഡ് ഞാൻ വേണമെങ്കിൽ ഇവിടെ പറഞ്ഞുതരാം. ഞാനത് സ്ലൈഡിൽ ഇട്ട് തരാൻ മറന്നു ഏതാണ്. ഓണം എന്ന് പറയുന്ന ഒരു ഓഫർ എന്ത് ചെയ്യാം, കൂപ്പൺ കോഡ് ഇട്ട് കൊടുക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഉഷാറല്ലേ? ഇത് 7ാം ക്ലാസ്സിൻ്റെയാണ്. ഇതാ ഓണം എന്ന് പറയുന്ന ഓണം 10 10% ഓഫർ ഉണ്ട് കേട്ടോ. ഓണം 10 എന്ന് പറയുന്ന ഒരു കൂപ്പൺ കോഡ് അടിക്കാൻ വേണ്ടി പറയും. അല്ലെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി. ഈ നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി, നിങ്ങൾക്ക് കിട്ടും. ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു നമ്പർ കോൺടാക്ട് ചെയ്താലും ഒരേപൊളിയായിട്ട് കിട്ടും. ഇനി കൂടുതൽ സമയം കളയണ്ടല്ലോ. അടുത്ത ദിവസത്തെ മാത്സ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് സാറ് തരട്ടെ. മക്കളെ 2 or 3 മാർക്കിന് ചോദിക്കും ഇത്. ഞാൻ 3 ക്വസ്റ്റ്യൻ ഓൾറെഡി നേരത്തെ ഡിസ്കസ് ചെയ്താണ്, എന്നിട്ടാണ് ഞാൻ ആ 3 കട്ട് ചെയ്ത് ഈ 2 ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 53ന്റെ സ്ക്വയറും 88ന്റെ സ്ക്വയറും മക്കളെ സിമ്പിൾ സാധനമാണ്. A+B ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റി ആ സാധനത്തിൽ നിന്ന് വരുന്ന കിഡിലോസ്കി സാധനമാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞാൽ 53ന്റെ സ്ക്വയർ. 53 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 53ന്റെ സ്ക്വയർ. ഞാൻ എന്നെ കൊണ്ടൊരു കാര്യം പറയട്ടെ, ഇനി 53 അല്ല 93 എന്ത് തേങ്ങാക്കോലായന്റെ സ്ക്വയർ കാണാൻ പറഞ്ഞാലും തേങ്ങാക്കോല അല്ലെങ്കിൽ 53 × 53 അതാണ് 53ന്റെ സ്ക്വയർ അല്ലെ? അതൊക്കെ അവിടെ കട്ടെ. 53 എങ്ങനെ മുറിക്കുക? 53നെ കട്ട് ചെയ്യുക. 50 ഒരു കണ്ടം, 3 ഒരു കണ്ടം എന്ന് പറഞ്ഞ കഷ്ണം. എങ്ങനെ? 50നെ ഒരു കഷ്ണാക്കുക. 50 + 3 ഓക്കെ സ്ക്വയർ. ഇങ്ങനെ ചെയ്ത് പഠിക്കുക. ആദ്യം 53ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 50 + 3ന്റെ സ്ക്വയർ. കിട്ടില്ല. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, ആദ്യം ഇനി ചെയ്യേണ്ടത് ഈ 50ന് സ്ക്വയർ കൊടുക്കുന്നു. 50ന്റെ സ്ക്വയർ A സ്ക്വയർ എന്ന് പറയുന്ന ഫോമിലേക്കാണ് വരുന്നത് കേട്ടോ. ഒന്നുകൂടെ പറയാം, 50ന്റെ സ്ക്വയർ കൊടുത്തു. ശേഷം 2 എന്ന് പറയുന്ന നമ്പറിനെ 2 നമ്പർ കൊണ്ടും ചെയ്യാം. 2AB എന്ന് പറയും. 2 × 50 × 3 2 × 50 × 3 പ്ലസ് ലാസ്റ്റ് ഈ 3നും സ്ക്വയർ കൊടുക്കുക. സാർ എന്തൊക്കെ പറഞ്ഞൊന്നുകൂടെ ക്ലിയർ ആക്കി പറഞ്ഞുതരാം. ഇതാ കേട്ടോ, ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കണേ.
ഈ 50 സ്ക്വയർ കൊടുത്തു. ചിലപ്പോൾ ഡാഷ് എന്ന് പറയുന്ന സാധനം വരാട്ടോ, ഞാൻ പറയാം. നോക്കൂ, ഈ 3 ലാസ്റ്റ് നിങ്ങൾ അതും സ്ക്വയർ കൊടുക്കണം. ആ നടുക്കുള്ള സാധനം 2AB എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്. 2AB അതവിടെ കട്ടെ, അതിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ ഒരു ഐഡിയ പറയട്ടെ. 50 സ്ക്വയർ ചെയ്താ 2 × 50 × 3 അങ്ങനെ ചെയ്തായി എന്ന് വിചാരിച്ചു ഇവിടെ 3 വരുമ്പോൾ 3 × 50 × 3 ഒന്ന് എഴുതി വെക്കരുത് കേട്ടോ. ഇത് A+B² 2AB ആണ് അത്. അപ്പോൾ 2 കോമണാണ്, 2AB 2ആണ്. 2 ഈ 2 നമ്പർ കൊണ്ടും ഗുണിക്കാം. അത്രയേ ഉള്ളൂ സെക്കൻഡിൽ ആണോ. 2 2 നമ്പർ കൊണ്ടും ഗുണിക്കാം. ലാസ്റ്റ് 3 സ്ക്വയർ കൊടുക്കുക. ഇതൊന്നും ചെയ്ത് നോക്ക്, ഇത് ചെയ്ത് നോക്ക്. സിമ്പിൾ ആണോ, ചെയ്ത് നോക്ക്. ഇത് സിമ്പിളാ. ആദ്യം 50 സ്ക്വയർ എത്രയാ? 5 സ്ക്വയർ 25ആണ്. അപ്പൊ 50 സ്ക്വയർ എത്രയാ? 25ഉം 2 0ഉം വരും. സിമ്പിൾ അല്ലേ? ഒന്നാലോചിച്ച്, 5 സ്ക്വയർ 25. അപ്പൊ 50 സ്ക്വയർ എത്രയാ? 25 2 0 വരും. ഇനി ഇത് 3 കൂടെ ഗുണിച്ച്, എങ്ങനെ 3 കൂടെ ഗുണിക്കാം? 2 × 50 100, 100 × 3 300 പ്ലസ് 3 സ്ക്വയർ 3 × 3 9. ഇതെങ്ങനെയാ ചെയ്യാൻ പറ? 2500 300 2800 2809. ദേ നമ്മുടെ ഉത്തരം 53 സ്ക്വയർ 2809. എന്ത് സുഖം അത്. ഇതൊക്കെ ഒരു ക്വസ്റ്റ്യനാ. സിമ്പിൾ സിമ്പിൾ എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള ക്വസ്റ്റ്യനാ. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഇത് ചെയ്തിട്ടോ. 88 സ്ക്വയർ എങ്ങനെ കാണാം? സെയിം ടൈപ്പ് കുഞ്ഞോനെ. 88 സ്ക്വയർ 88 ഞാൻ എങ്ങനെ മുറിക്കാം നിങ്ങൾ പറഞ്ഞു. ഞാൻ എപ്പോഴും എന്നോട് പറയലുണ്ട്, 88 എന്ന് പറയുന്ന സംഖ്യകൾ എവിടെങ്കിലും കണ്ടാൽ ആ 88 ഒരേ പൊളിയായിട്ട് മുറിക്കുക. എങ്ങനെ മുറിക്കുക? 80 ഒരു കണ്ടം, 8 ഒരു കണ്ടം. അപ്പൊ 80 + 8 ആണ് 88. സ്ക്വയർ പുറത്തിടാൻ മറക്കല്ലേ. 80 + 8 ആണ് 88. 88ന്റെ സ്ക്വയർ. ഇനി എന്താ ചെയ്യേണ്ട അറിയാം? ഞാൻ ആദ്യം ഇനി എന്തിനാ ചെയ്യേണ്ടത്? ഈ 80 സ്ക്വയർ കൊടുക്കുക. അതാ 80 സ്ക്വയർ 80 സ്ക്വയർ പ്ലസ് ആരോടും പറയണ്ടേ, ഈ 2 കൊണ്ട് ഗുണിച്ചായി, 2 നമ്പറോട് ഗുണിച്ചായി. ശരിക്കും 2AB എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്. 2 × അതാണ് 2AB 2. ഈ 80ഉം 8ഉം ആയിട്ട് ഗുണിക്കാം. അപ്പൊ 2 × 80ഉം 8ഉം 80 × 8. ലാസ്റ്റ് നിങ്ങൾ ലാസ്റ്റ് നമ്പറിന്റെ സ്ക്വയർ ഇതാ, ഈ 8നും സ്ക്വയർ കൊടുക്കുക. ലാസ്റ്റ് 8 സ്ക്വയർ. ഇതൊന്ന് കൂട്ടി നോക്കുക. ദേ കൂട്ട് കുഞ്ഞോനെ. ഇതാ 80 സ്ക്വയർ കൊടുത്തു. 2നെ 2 നമ്പർ കൊണ്ട് 2നെ 2 നമ്പർ കൊണ്ട് ചേർന്നു. എന്നിട്ട് 8നും സ്ക്വയർ കൊടുക്കും. എന്താ ചെയ്യാ? 8ന്റെ സ്ക്വയർ എത്രയാ? 64 അല്ലേ? 8ന്റെ സ്ക്വയർ 64 ആണ്. ആ 64 എഴുതുന്നു. എന്നിട്ട് 2 0 ഇട്ടെടുക്കുക. അപ്പൊ 6400 വരും. പഠിച്ചോക്കണേ. 80 സ്ക്വയർ എങ്ങനെ ചെയ്യാം? 8ന്റെ സ്ക്വയർ 64 ആണ്. അപ്പൊ 64 2 0 ഇട്ട് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് 2 8 16 ആണ്. ആ 16 നോക്കി നോക്കാം. നമുക്ക് ഗുണിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. 2 8 16. പിന്നെ വേണമെങ്കിൽ 0 ഇടാ, 0 ലാസ്റ്റ് ഇടാം കേട്ടോ. നമുക്ക് 2 × 8 അല്ല ഇങ്ങനെ ചെയ്യാം. 8 8 എത്രയാ? 64. 64 2 എത്രയാ? 64 2ഉം 128. അപ്പൊ 128 എഴുതിയിട്ട് ഇവിടെ ഒരു 0 ഇടില്ലേ? 0 ഇടാം. 1280. 8ന്റെ സ്ക്വയർ 8 × 8 64. കണ്ടോ? ഒന്നുകൂടെ പറയാം. 8 8 64 64 2 128. എന്നിട്ടൊരു 0 കൂടെ ഇട്ട് കൊടുക്കാം. ഇത് 3 കൂടെ കൂട്ടിക്ക്. അപ്പൊ ഉത്തരായി. കൂട്ടാൻ അറിയില്ലെങ്കിൽ സൈഡിൽ മാറ്റി കൂട്ടട്ടോ. എങ്ങനെ കൂട്ടാ? 6400 പ്ലസ് 1280 പ്ലസ് 64 4 8 6 14 ശിഷ്ടം 1 4 2 6 1 7 ഓക്കെ 6 1 7. അപ്പൊ 7744. ഇത് ശരിയാണോ നോക്കണമെങ്കിലേ നിങ്ങൾ 88 × 88 ഗുണിച്ചു നോക്കിയാലും മതി. ശരിക്കും അത് മതി. ഓക്കെ. അപ്പൊ ആ ഒരു ഐഡിയ നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു സാധനം. ഏതാണ് ഐഡിയ? A+B² എന്ന് പറയുന്ന ഒരു ലോജിക് ഉണ്ട്. ആ ലോജിക്ക് കിടിലമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പിക് ക്ലിയർ ആവും. സാറ് നിങ്ങളുടെ കമന്റ്സിന് ഫീഡ്ബാക്കിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ക്ലാസ് ഒക്കെ കഴിഞ്ഞാൽ ഞാൻ വീണ്ടും പറയുന്ന പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു ഇൻസ്റ്റാഗ്രാം ID-യിലൂടെ സാറ് എന്ത് ചെയ്യും? നിങ്ങൾക്ക് റീപ്ലൈ തരാൻ വേണ്ടി മാക്സിമം നോക്കാം. ഈ ഒരു ID-യിൽ നിങ്ങൾ എക്സാം കഴിഞ്ഞാൽ സാറോട് പറയണം കേട്ടോ. ഓക്കെ. അപ്പൊ അടിപൊളിയായിട്ട് നമുക്ക് ഓണപരീക്ഷ കിടിലമാക്കി പഠിക്കണം. സാറിന്റെ ലൈവ്സും മറ്റു കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒരേ പൊളിയായിട്ട് സാറ് എൻ്റെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കാണണം. ഉഷാറായിട്ടിരിക്കുക.
അടിപൊളിയായിട്ടിരിക്കുക. അപ്പോൾ ഫീഡ്ബാക്ക് ഇടാൻ മറന്നു പോകരുത്. നിങ്ങൾക്ക് PDF മറ്റു കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഈ ഒരു ഇൻസ്റ്റാഗ്രാം ID-യിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാൻ മാക്സിമം എക്സാം സമയത്ത് ഞാൻ ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് മറ്റു കാര്യങ്ങളൊക്കെ ആ ഒരു ID-യിലൂടെ ഞാൻ തരാം. അപ്പോൾ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ് വീണ്ടും കാണാം. ബൈ.